അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് 50 വയസ്സ് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്ന് ചെറുപ്പം നിലനിർത്താനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. 50 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് ഒരുമാതിരി ഡ്രൈ ആയിട്ട് വരും, ഒരുപാട് റിങ്കിൾസ് ഒക്കെ വരും. എല്ലാവരുടെ അല്ല, ചിലവരുടെ ഓരോ സ്കിന്നിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ വരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതില്ലാതാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല യുവത്വം നിലനിർത്തും. അപ്പോൾ അതെന്തെല്ലാം കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മൾ ചിലവരെയൊക്കെ കണ്ടിട്ടില്ലേ, സ്കിൻ ആകപ്പാടെ ഡ്രൈ ആയിട്ട് ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ഒക്കെ ഇരിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും അവരെ കാണുമ്പോൾ 50 വയസ്സേ ഉള്ളൂ. പക്ഷേങ്കിൽ സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ചുളുക്കും റിങ്കിൾസും ഒക്കെ വീണ് കണ്ടു കഴിഞ്ഞാൽ ഒരു 70 വയസ്സിന് സ്കിന്ന് നമുക്ക് തോന്നും. അപ്പം നമ്മൾ പറഞ്ഞു, അയ്യോ അവർക്ക് 50 വയസ്സേ ഉള്ളൂ, അയ്യോ അവരുടെ സ്കിന്ന് എന്താ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എൻ്റെ കാരണം എന്താ? നമ്മളെ തന്നെ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അതിൻ്റെ കാരണം. അപ്പം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നിർബന്ധമായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. നമ്മൾ ഇപ്പം ചിലവർ എന്താ പറയുന്നതെന്നറിയോ, വെളിയിലോട്ട് പോകുമ്പോഴാണ് സൂര്യപ്രകാശമൊക്കെ അടിക്കുന്നത്, അതുകൊണ്ട് വെളിയിലോട്ട് പോകുമ്പോൾ മാത്രം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ വീടിനകത്തിരിക്കുമ്പോഴും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനലൊക്കെ തുറന്നിടുന്നുണ്ട്, വാതിലൊക്കെ തുറന്നിടുന്നുണ്ട്, അതിലെ കൂടെ നമ്മുടെ സൂര്യഭഗവാൻ എത്തി നോക്കാറുണ്ട്. അപ്പം ആ പ്രകാശം പോലും അടിച്ചു കഴിഞ്ഞാൽ മതി നമ്മുടെ സ്കിൻ ഒരുമാതിരി ഡള്ളായി പോകാനായിട്ട്. അപ്പം അതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ടാണ് നമ്മൾ ഈ സൺസ്ക്രീൻ അകത്തിരിക്കുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലരുടെ വിചാരം വെളിയിൽ പോകുമ്പോൾ മാത്രം സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതി എന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ അതങ്ങനെ അല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീടിനകത്തിരിക്കുമ്പോഴും വീടിന് പുറത്തോട്ട് പോകുമ്പോഴും ഒക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. നല്ല ഒരു സൺസ്ക്രീൻ അവനവൻ്റെ സ്കിന്നിന് ഏതാ യോജിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുത്ത് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും അതിട്ട് കൊടുക്കുകയും വേണം കേട്ടോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. പിന്നെ നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ വെള്ളം കൂടി കുറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ചുളുങ്ങി ഒരുമാതിരി വരണ്ട് ഡ്രൈ ആയിട്ട് വരും. അതെന്തുകൊണ്ടാണ്? നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറവായതുകൊണ്ടാണ്. ഈ പറയുന്ന ഞാനും വെള്ളം കുടിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ വല്ല നാരങ്ങ വെള്ളമോ പിന്നെ നമ്മുടെ ജ്യൂസോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കുടിക്കും. അല്ലാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര മടിയായിട്ടോ എനിക്ക്. എപ്പോഴും എന്നെ ഇവിടെ കിടന്ന് വഴക്കുറയും. പക്ഷെ വെള്ളം കുടിക്കാത്തത് മൂലം ഒരുപാട് ദോഷങ്ങൾ നമുക്കുണ്ടാകാറുണ്ടല്ലേ. വെള്ളം കുടിക്കുന്ന മൂലമാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല യുവത്വം നിലനിർത്തുന്നത്. അതുപോലെ വെള്ളം കൂടി കുറയുമ്പോഴാണ് നമുക്ക് ഇത് ബ്യൂട്ടി ടിപ്സിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് എല്ലാവരും കുടിക്കുക. ഏറ്റവും നമ്മുടെ സൗന്ദര്യ സംരക്ഷണം അല്ലെ, വെള്ളം കുടിക്കുന്ന മൂലം നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റായിട്ടും നല്ല യുവത്വം തോന്നുന്ന സ്കിന്നായിട്ട് മാറും. അതുകൊണ്ട് വെള്ളം കുടി ആരും ഉപേക്ഷിക്കരുത്, വെള്ളം കുടിക്കുക. പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക. ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ ചീര, അങ്ങനെ കുറേ ഇലകളില്ലേ, മത്തൻ്റെ ഇല, പാലക്കിൻ്റെ ഇല, പയറിൻ്റെ ഇല, ഇതെല്ലാം കിളുന്ന ഇലകളാണ്. മൂത്ത മുതുക്കനായ ഇലകളുടെ കാര്യമല്ല പറയുന്നത്, കിളുന്ന ഇലകളുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്ന സമയത്ത് ഇവിടെയും കിട്ടുമെന്ന് തോന്നുന്നു നമ്മുടെ ഉലുവയുടെ കിളുന്നല കൊണ്ടുവരത്തില്ലേ, അത് പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ, അതിന് കയ്പ. എന്നാലും അതൊക്കെ നല്ല കാര്യമാണ്. അപ്പം അതൊക്കെ കഴിക്കുന്നതിലൂടെയും നമ്മുടെ സ്കിന്നിന് യുവത്വം നിലനിർത്തും, നല്ല ഭംഗിയായിട്ടിരിക്കും നമ്മുടെ സ്കിന്ന്. ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക. പിന്നെ ഫ്രൂട്ട്സ്, ആപ്പിള്, ഓറഞ്ച്, പൈനാപ്പിള്, തക്കാളി, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ധാരാളമായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ പച്ചക്കറികൾ, ചിലവർ ഉച്ചയ്ക്കുണ്ടല്ലോ
ചോറ് ഒരു ശകലം കഴിച്ചിട്ട് ബാക്കിയെല്ലാം വെജിറ്റബിൾസ് എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് കഴിക്കുന്ന പതിവുണ്ട്. ഒരിടയ്ക്ക് ഇവിടെ ഞാൻ കഴിക്കുമായിരുന്നു, ഇപ്പം ഞാൻ കഴിക്കത്തില്ല, ഇപ്പം എനിക്ക് മടി കേട്ടോ. അതിനകത്ത് കുക്കുംബർ, ക്യാരറ്റ്, പിന്നെന്തുവാ തക്കാളി, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടല്ലോ. പിന്നെ കുക്കുംബർ, കക്കിടി എന്നൊക്കെ പറയും. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ആയിരുന്ന സമയത്ത് കക്കടി എന്ന് പറയുന്നത് നമ്മുടെ പച്ച ചെറിയ വെള്ളരിക്കയില്ലേ, അപ്പം അതൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ്. നമുക്ക് സ്കിന്നിന് എപ്പോഴും ഡാമേജ് ഒന്നും ഇല്ലാതിരിക്കാനും ഒക്കെ നല്ല കാര്യങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. അതുപോലെ തന്നെ നട്ട്സ് എന്നും വെച്ചിട്ട് നട്ട്സ് കൂത്തിയിരുന്ന് പിന്നെ 1 കിലോ മേടിച്ചുകൊണ്ട് വന്നാൽ ആ 1 കിലോയും എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് തിന്നണം എന്നല്ല ഞാൻ പറയുന്നത്, ദിവസവും. അപ്പം ഞാൻ എന്തായാലും കഴിക്കുന്നുണ്ട് കേട്ടോ. ദിവസവും 2 ഈന്തപ്പഴം കഴിക്കും. അതിൻ്റെ കൂട്ടത്തിൽ 1 കാഷ്നട്ടും 1 ബദാമും കൂടെ ഞാൻ കഴിക്കാറുണ്ട്. കാഷ്നട്ട് എല്ലാ ദിവസവും ഞാൻ കഴിക്കത്തില്ല കേട്ടോ. അത് ചിലപ്പം തടി വെക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെ ചിലപ്പം 2-3 ദിവസം കൂടുമ്പോഴേ കാഷ്നട്ട് കഴിക്കാറുള്ളൂ. ബദാമും ഇതെല്ലാം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ചുറുചുറുക്കായിട്ടിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. ഇപ്പം നിങ്ങൾ പറയും എന്നും ഇപ്പം കാഷ്നട്ട് തിന്നാൻ കറക്റ്റാണ്, എന്നും ഇപ്പം കാഷ്നട്ടും ബദാമും ഒന്നും മേടിച്ച് തിന്നാൻ നടക്കുന്ന കാര്യമല്ല. എങ്കിലും വല്ലപ്പോഴും എങ്കിലും നിങ്ങൾ കഴിക്കുക. ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമല്ലോ, അത് നിങ്ങൾ ഒരു 2 എണ്ണം വെച്ച് ദിവസവും കഴിച്ച് നോക്കിക്കേ. ഇത് കഴിക്കുന്ന മൂലം നമ്മുടെ സ്കിന്ന് മാത്രമല്ല നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കുമൊക്കെ ഒരുപാട് നല്ലതാണ്. നമ്മൾ പറയുമല്ലോ ആ ടിപ്പ് ചെയ്യ്, ഈ ടിപ്പ് ചെയ്യ്, അപ്പോൾ മുടി നന്നായിട്ട് വളരും എന്നൊക്കെ പറയത്തില്ലേ. പക്ഷേ നമ്മൾ ഉള്ളിലോട്ടും കൂടെ കഴിക്കുക, എങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് വളർച്ചയൊക്കെ കിട്ടുകയുള്ളൂ. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കും, നല്ല യുവത്വം നിലനിർത്തുകയും ചെയ്യും. മനസ്സിലായല്ലോ. അപ്പം 50 വയസ്സ് കഴിഞ്ഞവർ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ഈ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക തന്നെ വേണം. ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു 70 വയസ്സൊക്കെ തോന്നും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുക. നമ്മളെ ശ്രദ്ധിക്കാൻ വേറെ ആരുമില്ല, നമ്മൾ തന്നെ നമ്മളെ ശ്രദ്ധിക്കണം. ചിലവരുണ്ട്, വേറെ പണിയൊന്നും ഇല്ല, 50 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഞാൻ എന്തിനാ ഒരുങ്ങി നടക്കുന്നതെന്നുള്ള ഒരു മനോഭാവം ഇല്ലാത്തവരായിട്ടില്ല, ഉണ്ട്. ചിലവർ പറയും പിന്നെ ഞാൻ എത്ര വയസ്സായാലും 70 ആയാലും 80 ആയാലും ഞാൻ ഇതേ രീതിയിൽ തന്നെ ഒരുങ്ങി നടക്കും. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതാട്ടോ. ഞാൻ ഒരുങ്ങത്തില്ലെന്നൊന്നും പറയത്തില്ല, ഞാൻ ഒരുങ്ങി തന്നെ നടക്കത്തുള്ളൂ. എന്നും വെച്ചിട്ട് ഓവർ മേക്കപ്പ് ഒന്നുമല്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ അത് ശ്രദ്ധിച്ചുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്നും യുവത്വം നിലനിർത്തും. നമ്മുടെ സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും പ്രായമായിട്ട് അവരുടെ സ്കിൻ ഇരിക്കുന്ന കണ്ടോ എന്ന് നമ്മൾ പറയാറുണ്ട് ചില ആൾക്കാരെ കാണുമ്പോഴല്ലേ. അപ്പം അതെന്തുകൊണ്ടാണ്? അവരവരുടെ സ്കിന്നിനെ നന്നായിട്ട് ശ്രദ്ധിച്ച് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഈ ചെറിയ കാര്യം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായിട്ട് ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.